നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കൊടുംചൂട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം, സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി. സഞ്ജുവിനെ ടീമിലെടുത്തത് BJP ഇടപെടലിനെ തുടർന്ന്. നടന്നത് എനിക്കും പാർട്ടിക്കും അറിയാം. വീണ്ടും കുറിപ്പ് പങ്കുവെച്ച് BJP നേതാവ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ചൂട് കഠിനമായി തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. സൂര്യാഘാതം മൂലമുള്ള മരണങ്ങൾ തുടരുന്നതും പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ 40 ഡിഗ്രിയിൽ ചൂട് തുടരുന്നതുമാണ് കാരണം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരും. 15 വർഷമായ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞു. മറ്റു പരിഷ്കാരങ്ങൾ സർക്കാർ ചെലവിൽ നടപ്പാക്കട്ടെ എന്നും സമരക്കാർ വ്യക്തമാക്കി. നാളെയും സമരം തുടരാൻ തീരുമാനം. ഇനി കായിക വാർത്ത. മലയാളി താരം സഞ്ജു സാംസണെ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെടുത്തത് BJP നേതാവിന്റെ ഇടപെടൽ മൂലമെന്ന് JP മീഡിയ പാനലിസ്റ്റ് അംഗമായ ജോമോൻ ചക്കാലക്കാടിന്റെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. BJP സംഘടനാ സെക്രട്ടറി സുഭാഷ് ഇടപെട്ടാണ് സഞ്ജുവിനെ ടീമിലെടുത്തതെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജോമോൻ പറഞ്ഞത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും വിഷയം സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴിതാ വിഷയത്തിൽ പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ജോമോൻ. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.